പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ ചിലർ കരഞ്ഞു കാല് പിടിച്ചുവെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാമിന്റെ പരിഹാസത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഫോൺ വിളിച്ച് PM A സലാമിനോട് ചോദിച്ചപ്പോൾ പ്രസ്താവന തന്നെക്കുറിച്ചല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥിയാക്കാൻ തനിക്ക് വലിയ ഓഫറുകളാണ് LDF മുന്നോട്ട് വച്ചതെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി 24 പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം: തിരൂരങ്ങാടിയിലെ UDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം PM A സലാം നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ ഒരു വിവാദത്തിലായിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിലൊരു പിശക് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയവരൊക്കെ പിന്നീട് കരഞ്ഞു വിളിച്ചുകൊണ്ട് തങ്ങളുടെ അരികിൽ വന്ന് കാല് പിടിച്ച് മാപ്പ് പറയുകയായിരുന്നു എന്ന് PM A സലാം പറഞ്ഞത് താങ്കളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു എന്ന വാദങ്ങളുണ്ട്, എന്ന ധ്വനിയുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങ് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും? അല്ല, ഞാനത് വാർത്ത കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആ ടൈറ്റിൽ കൊടുത്തത് ആ ചാനലാണ്. ഞാൻ അങ്ങനെ വ്യക്തിപരമായി ആരെയും പരാമർശിച്ചിട്ടില്ല. പാണക്കാട് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പാണക്കാട് തങ്ങളോട് പരാതി പറയാറുണ്ട്, കരാറുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നല്ലാതെ വ്യക്തിപരമായി ആരെയും ഞാൻ പരാമർശിച്ചിട്ടില്ല എന്നാണ് സലാം സാഹിബ് അത്യസമ്മതമായി എന്നോട് പറഞ്ഞത്. മലപ്പുറത്ത് ഇത്തവണ എന്താണ് പൊതുവിലുള്ള സാഹചര്യം? മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസം ഉണ്ടോ നമുക്ക്? എന്താണ് ഇത്തവണത്തെ ഒരു അങ്ങ് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം? അല്ല, തീർച്ചയായിട്ടും നിലവിലുള്ള ഒരു സാഹചര്യങ്ങൾ കണ്ടിട്ട് നല്ലൊരു ട്രെൻഡാണ് കാണുന്നത്. കാരണം പൊതുവെ ഒരു തെരഞ്ഞെടുപ്പിൽ UDF പ്രചാരണത്തിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അല്പം മുന്നോട്ട് പോയി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. താങ്കളെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് വിജയരാഘവനെ പോലുള്ള നേതാക്കളൊക്കെ പറഞ്ഞത്. MP ഗോവിന്ദനൊക്കെ പറഞ്ഞ് താങ്കളുടെ ആ ഒരു പൊളിറ്റിക്കൽ മൂല്യത്തെക്കുറിച്ചായിരുന്നു. അത് കേട്ടപ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നിയത്? അല്ല, ഞാൻ കേരളത്തിൽ ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് എൻ്റെ ജീവിതത്തിലുടനീളം നിന്നത്. അത് ഞാൻ ജില്ലാ പഞ്ചായത്ത് മുതൽ നിയമസഭാംഗം വരെയായി ആ രംഗത്തൊക്കെ ഞാനത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മുടെ വാചകങ്ങളും രാഷ്ട്രീയ രംഗത്ത് ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കുമൊക്കെ ഒരു മൂല്യബോധമുള്ളതായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എന്തായാലും PM A സലാം നടത്തിയിട്ടുള്ള പരാമർശം അതൊരു അദ്ദേഹം ആ ഉദ്ദേശത്തിൽ പറഞ്ഞ കാര്യമായിരുന്നില്ല പിന്നീട് വാർത്താ മാധ്യമങ്ങളിലൂടെ വന്നത് എന്നുള്ളതാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി വ്യക്തമാക്കുന്ന കാര്യം. ജിജീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.